ലൈറ്റ്സ് ഓൺ. ഓന് മൈക്കൊന്ന് കൊടുത്തേ. ആ ബാക്ക് ഭയങ്കര ആംബിയൻസ് സൗണ്ട് ഉണ്ട്, ഒന്ന് കട്ടാക്കി തരുമോ? ഓക്കെ പെർഫെക്റ്റ്. പൊട്ടത്. ഓക്കെ റെഡി അല്ലേ? ഓക്കെ, ജസ്റ്റ് ആ മൈക്കൊന്ന് ചെക്ക് ആക്കാം. ഹലോ ചെക്ക്. ഹലോ, കുറച്ചും കൂടി ലൗഡാണോ നീ? ഹലോ ചെക്ക്. ഹലോ, ഓക്കെ സെറ്റ്. കുറച്ച് ബാക്ക് ഇരിക്കും, നീ ഫ്രെയിമിൽ കുറച്ച് താഴെ ഉണ്ട്. മിനിറ്റ് ഒന്ന് ഫോക്കസ് കൊടുക്കിട്ട്. ഓക്കെ റെഡി അല്ലേ? യാ, റോളിംഗ് ആണോ? റോളിങ് നേരത്തെ റോളിങ് തന്നെ. ഓക്കെ ഓക്കെ സെറ്റ്. അപ്പോൾ ടേക്ക് പോവാ. നീ ടെൻഷൻ ഉണ്ടാ? ഫേസ് ഭയങ്കര ടെൻഷൻ ആണോ? എ സി കൂട്ടണോ? വേണ്ട. ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ 3, 2, 1 ആക്ഷൻ എന്ന് പറയുമ്പോൾ നിൻ്റെ ഡയലോഗ് തുടങ്ങിക്കോ. റെഡി അല്ലേ? പോവാം. ഓക്കെ റെഡി 3, 2, 1 ആക്ഷൻ. ഞമ്മയുടെ പരിപാടി അവതരിപ്പിച്ചല്ലെങ്കിൽ ഇന്നലെ ഫൈനലി നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്, നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിലോട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരിക്കലും വിചാരിച്ചിട്ടാ. ഇറ്റ് വാസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാം. സോ ആക്ച്വലി കമ്മിങ് ടു ദ പോയിന്റ്, വി ഹാവ് ലൈക്ക് നിഖിലുണ്ട് ഇവിടെ. നിഖിലായിരിക്കും എഡിറ്ററും കാര്യങ്ങളൊക്കെ. വെയിറ്റ് വി ഹാവ് വൺ മോർ പേഴ്സൺ. വിഷ്ണു ഉണ്ട്. സോ വിൽ ബി ജോയിനിങ് അസ്. വിഷ്ണു ആണ് ക്യാമറമാൻ കാര്യങ്ങളൊക്കെ. അപ്പം സോ ഞാൻ വിചാരിച്ച് എന്നെ വിളിക്കൂല ബാക്കിൽ ബാക്കിയാവുന്നു. സോ ആക്ച്വലി ലൈക്ക് റിയലി ഹാപ്പി. നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇറ്റ് വാസ് ലൈക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു കാര്യം. സീരിയസ്ലി നമ്മുടെ ജേർണി ഇറ്റ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിട്ടാ. എന്താണെന്നറിയോ, അന്ന് അജ്ജു സഡന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അജ്ജു ആക്ച്വലി അർജുന ഞങ്ങൾ വിളിക്കുന്നത് അജ്ജു എന്ന്. സോ നിങ്ങളും അങ്ങനെ വിളിച്ചാൽ മതി അജ്ജു, അത് മതിയല്ലേ? സെറ്റ് അത് മതി. സോ അർജുൻ ആക്ച്വലി ഫസ്റ്റ് ഞങ്ങളോട് വന്നിട്ട് പറയുമ്പോൾ നമുക്ക് ഐഡിയ ഇല്ല പോഡ്കാസ്റ്റ്. ഈ റീൽസിൽ ഷോർട്സിൽ കാണുന്നതല്ലാണ്ട് പോഡ്കാസ്റ്റ് സീരിയസ് നമുക്കൊരു ഐഡിയ ഇല്ല. അന്ന് അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അമ്മ ഓരോ ആൾക്കാരും ഓരോ ബിസിയിലെല്ലാം ഉണ്ടാകുന്നത്. അവൻ അങ്ങ് ടൈം കണ്ടെത്തിച്ച് ആക്ച്വലി ഇറ്റ്സ് ഹാപ്പനിങ്. അതിന്റെ ഞാൻ പറയാം തുടക്കം വെച്ചാൽ ലൈക്ക് നമ്മള് അത്ര വലിയ കൂട്ടൊന്നുമില്ല. ബിക്കോസ് എല്ലാവരും അവരവരെ ഫീൽഡിൽ ഭയങ്കര ബിസിയാണ്. സോ വിഷ്ണു ഒരു ദിവസം പറഞ്ഞു നമ്മൾ കുറേയിലെ കൂടാണ്ട്. അപ്പം അങ്ങനെ പറയുമ്പം ലൈക്ക് ഐ ഹാഡ് ദിസ് ഐഡിയ. അപ്പം വിഷ്ണു ഹി ഹാസ് ക്യാമറ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വിഷ്ണുവിലുണ്ട്. നിഖിലൊരു എഡിറ്ററാണ്. അപ്പം ഹി ഹാസ് ഹിസ് ഓൺ എവറിത്തിങ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ലൈക്ക് വി കുഡ് ജോയിൻ ടുഗദർ ആൻഡ് ബിൽഡ് സംതിങ്. എന്തെങ്കിലും ചെയ്യാം. ടു ബി ഓണസ്റ്റ് നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയി. അപ്പം ഫസ്റ്റ് തിങ് വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ ഇവരോട് പറഞ്ഞു ലൈക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോ ഞാൻ ജസ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്തു ലൈക്ക് ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്. കാരണം യു ഗൈസ് ഹാവ് ദാറ്റ് ലൈക്ക് കറേജും ഉണ്ട്, എല്ലാം ഉണ്ട്. ലൈക്ക് ദേ ഹാവ് ഇറ്റ്. അപ്പം ലൈക്ക് അങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് തിങ് ഇൻ മൈ മൈൻഡ് വാസ് ഇവർ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവിടെ വന്നാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ബോറിംഗ്. ആക്ച്വലി റീസൺ ഉണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി എന്തെന്നറിയോ, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി, എന്തെങ്കിലും ചെയ്യണം. ബട്ട് ടു ബി ഫ്രാങ്ക്, വിത്ത് സീറോ ഇൻവെസ്റ്റ്മെന്റ്. സത്യം പറഞ്ഞെങ്കിൽ കയ്യിൽ 10 പൈസയില്ല. മൂന്നാളിനും 10 പൈസയില്ല. നല്ല കഷ്ടപ്പാട് പോകുന്നില്ല. അപ്പോൾ കുറേ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ ഉള്ള റിസോഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി. ആദ്യം നീ ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. ബട്ട് അത് കുറച്ചും കൂടി അതിലേക്ക് കുറച്ച് പണിയെടുക്കണം. നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതെന്തോ ഇതായി ഞങ്ങളോട് വന്നിട്ട് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് തോട്ട് ഒന്നും ഉണ്ടായിച്ചാ ഡയറക്ട്ലി ലൈക്ക് ആ മൂമെന്റിൽ എല്ലാവരും ഓക്കെ പറഞ്ഞു. ലൈക്ക് അവിടെ ഞാൻ ഇവരോട് പറഞ്ഞ കാര്യം നെക്സ്റ്റ് തിങ് ഇഫ് യു വെർ ലൈക്ക് അതാ പോഡ്കാസ്റ്റ് അത് പറ്റും നമ്മളെ കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ സീരിയസ്ലി. ബിക്കോസ് ഞങ്ങൾ മൂന്നാളിലേ ഇൻ കേസ് ഇപ്പം നിക്കില് ഇല്ലാന്ന് പറഞ്ഞെങ്കിലും പ്ലാൻ ഡ്രോപ്പ്. ആ ഒരു മൊമെന്റിൽ ലൈക്ക് ആ ഒരു നെഗറ്റിവിറ്റി വന്നാൽ പിന്നെ അങ്ങോട്ട് പോകാനില്ല. പക്ഷെ അവിടെ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് നമുക്കിത് ചെയ്യാം. ബട്ട് ദ ഫസ്റ്റ് തിങ് വാസ് സീറോ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് അതിനെക്കാട്ട് രസമുള്ള സംബന്ധം എന്ന് പറഞ്ഞെങ്കിൽ പോഡ്കാസ്റ്റ്. ഓക്കെ നമുക്ക് ഇത് ടു ബി ഓണസ്റ്റ് ഈ പോഡ്കാസ്റ്റ് എനിക്കെന്ന് വെച്ചാൽ ഐ ഹാവ് സീൻ ലൈക്ക് പീപ്പിൾ ഡു പോഡ്കാസ്റ്റ്. ഞാൻ ഇതുവരെ ഒരു പോഡ്കാസ്റ്റും കണ്ടിട്ട സത്യം പറഞ്ഞാല്.
ഐ ഹാവ് ദിസ് ഐഡിയ, ഇങ്ങനത്തെ ഒന്ന് കൊണ്ടുവരണം, ഇങ്ങനെ ചെയ്യണം. ബട്ട് പോഡ്കാസ്റ്റ്, എന്താ പോഡ്കാസ്റ്റ്, എങ്ങനെയാ ചെയ്യാ? നത്തിങ്. ടു ബി ഫ്രാങ്ക് ഇല്ലേ, ഞാൻ ആദ്യം വിചാരിച്ചോണ്ട് ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് എന്നല്ലോ സെയിം സംഭവം. ബട്ട് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ബട്ട് എൻ്റെ തലയിൽ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സീരിയസ്ലി ഇതുവരെ കംപ്ലീറ്റ്ലി ഒരു പോഡ്കാസ്റ്റ് ഞാൻ നോക്കിച്ച. നെവർ. സീരിയസ്ലി അതിപ്പം ആരായാലും ടു ബി ഓണസ്റ്റ്, ഇപ്പം എത്ര ഇൻഫോർമേറ്റീവ് വീഡിയോ ആയാലും നമ്മളെടുത്ത് നോക്കൂല. ഈ 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ കാണുന്ന ആരെങ്കിലും എടുത്ത് നോക്കുമോ? ബട്ട് ആക്ച്വലി ഞങ്ങൾ നോക്കണം. എല്ലാരും നോക്കണം. വീഡിയോ നിങ്ങൾ നോക്കണം. പക്ഷെ ലൈക്ക് നമ്മളൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇറ്റ് വുഡ് ബി സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഒരു ടിപ്പിക്കൽ പോഡ്കാസ്റ്റ് കാര്യങ്ങളായിരിക്കൂല. സോ ദാറ്റ് ഈസ് വെർ വി സ്റ്റാൻഡ് ഔട്ട്. ആക്ച്വലി ഇപ്പൊ ഈ കാണുന്ന സെറ്റപ്പ് ആക്ച്വലി നമ്മളെ വീട് ഇവിടെ കുറേ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ട്. നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ താഴെ അച്ഛനമ്മയുടെ മുന്നിലുണ്ടാ, പുറത്തെല്ലാം ഇട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നു. ബിക്കോസ് അവർക്ക് എന്തെല്ലാം പണി ഉണ്ടാവും, കോള് വരും, മറ്റെല്ലാം വരും. അങ്ങനെ വരുമ്പോൾ അത് സീനാന്ന്. കുറേ പ്രാവശ്യം ഇത് റീടേക്കെല്ലാം പോയ സംഭവം. ബിക്കോസ് താഴെ അമ്മ എന്തെങ്കിലും പാത്രത്തിന് സൗണ്ട് ആക്കുമ്പോൾ മിക്സി. ഇത് സീരിയസ് ആയിട്ട് നമ്മളൊരു ഇൻട്രോ എടുക്കുമ്പോൾ താഴെ മിക്സി ഓണായി ഡൺ. പിന്നെ കട്ട് 1 മണിക്കൂർ 1/2 മണിക്കൂർ എടുത്ത സംഭവം ഗ്യാപ്പിൽ മിക്സി അല്ല. ഓ ഷെറ്റ് പോയി. ഫസ്റ്റ് ലാസ്റ്റ് എൻഡാവാനാകുമ്പോൾ താഴെ മിക്സി ഓണായി ഗോൺ, എല്ലാം പോയി. പിന്നെ പുതിയ റീഷൂട്ട് ഇതെല്ലാം സംഭവിച്ച്. ബട്ട് ഫൈനലി we are starting something new. Like കാസർഗോഡിൽ എന്ന് വെച്ചാൽ ലൈക്ക് there might be people ഉണ്ട്, കുറേ പേരുണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ the thing what we are doing is completely different. അത് moving forward എന്തായാലും എല്ലാവർക്കും മനസ്സിലാവും. കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ ലാംഗ്വേജ് കഴിഞ്ഞത്ര ഭയങ്കര മറ്റേ രീതിക്ക് മിണ്ടാൻ നോക്കുന്നുണ്ട്. ശരിക്കും കാസർഗോഡ് ഭാഷ വേണ്ടെങ്കിലല്ലേ അത് വൈബ് ഉണ്ടാവില്ലെന്നല്ല, ചിലപ്പോൾ അതെല്ലാം മിക്സ് ആവും. സോ അതെല്ലാം മൈൻഡ് ആക്കണ്ട, പറയുന്ന മനസ്സിലാവുന്നല്ലോ, അത്ര മതിയല്ലേ. അതാണ് സെറ്റ്, അതാണ് നമുക്ക് വേണ്ട കാര്യം. വേണ്ട. അപ്പോൾ അതാണ് നമ്മൾ ആക്ച്വലി വി ആർ ഫ്രം കാസർഗോഡ്. സോ നമ്മുടെ ലാംഗ്വേജ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ ഇസ് ലൈക്ക് ഐ എം ടിപ്പിക്കലി സ്പീക്കിംഗ് ലൈക്ക് എ മല്ലു അല്ല, അതിലെല്ലാം മിക്സ് ഉണ്ട്. സായിപ്പും എല്ലാം മിക്സ്, ഫുള്ള് ഇംഗ്ലീഷ്. ആള് ഭയങ്കര ഇംഗ്ലീഷാണ്. സോ അതിനോണ്ട് നമുക്ക് പിന്നെ കുറച്ച് എന്താ പറയുന്നത്. സോ നമ്മള് മൂവിങ് ഫോർവേഡ് ചിലപ്പം കന്നഡ ലാംഗ്വേജ് ഒക്കെ വരും. കന്നഡ ഞാൻ കാസർഗോഡ് ഉള്ളത് കൊണ്ട് സപ്തഭാഷാ സംഗമ ഭൂമി. സോ അതില് ചിലപ്പോ തുളു ഉണ്ടാവാം, ചിലപ്പം കന്നഡ ഉണ്ടാവാം. സോ പക്ഷെ അതിൽ ഞാൻ ചെയ്യുമ്പോൾ കുറെ ഇംഗ്ലീഷ് ഉണ്ടാവും. ഇവന്റെ എങ്ങനെയാന്ന് പറഞ്ഞെങ്കിലേ എനിക്കറിയും 70% ഇംഗ്ലീഷ് ഉണ്ടാവും, 30% ആ ലോക്കൽ ലാംഗ്വേജ് ഉണ്ടാവും. ഓക്കെ, ആരും പറഞ്ഞൂടാ. അതിനൊക്കെ കൂടി ഇപ്പൊ എനിക്കും ഇതന്നെ വരുന്നത്. എക്സാക്ട്ലി. ഓക്കെ, ഞാനിന്ന് എത്ര പ്രാവശ്യം ഇപ്പൊ യൂസ് ചെയ്തു. പിന്നെ മിഞ്ഞാന്ന് ലൈക്ക് വി വെർ ലൈക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഷൂട്ട് ഐ യൂസ് എ വേർഡ് അപ്പം. ഇവ യൂസാക്കി അപ്പം ഉണ്ടായിരുന്നെങ്കിലേ 10-100 ആക്കി നമുക്ക് അപ്പം പഠിപ്പിച്ചാ. അപ്പൊ നിക്കില് വന്നിട്ട് എനിക്ക് ATM കഷ്ടാവും, നീ എടുക്കെടുക്ക് ഈ അപ്പം എടുത്ത് ഇടുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് അവനോട് പറഞ്ഞു, ഞാനൊരു ട്രോൾ പേ ചെയ്തിട്ട് നിന്നെ ഞാൻ ഈ അപ്പം ഇട്ടോണ്ടിരിക്കാൻ. ഉണ്ടാവും. ലൈക്ക് അറിയില്ല ആൾക്കാരെ നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് സീരിയസ്ലി ഫ്രാങ്ക് ഓപ്പൺ ആയിട്ട് പറയുന്ന ഈ ഫീൽഡിൽ ആക്ച്വലി പോഡ്കാസ്റ്റ് ഫീൽഡിൽ മീഡിയ ഫീൽഡിൽ അങ്ങനെ ഉണ്ട്. ബട്ട് പോഡ്കാസ്റ്റും ലൈക്ക് ഈ ഓഡിയൻസ് ആക്ച്വലി എനിക്കൊരു സംഭവം അറിയോ, ഞാൻ ചെയ്തിരിക്കുമ്പം സ്റ്റേജ് ഫിയർ ഒന്നും ഉണ്ടായിച്ച, അത് കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടായി. ബട്ട് ഇപ്പോൾ കുറേ ആയി ഒരു ക്യാമറന്റെ മുമ്പ്. ഞാൻ ക്യാമറന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആള്, ക്യാമറന്റെ മുമ്പിലിരുന്ന് പറയുമ്പോ ഇല്ലേ ചെറിയൊരു നെഞ്ഞെടുപ്പെല്ലാം ഉണ്ട്. അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഏടെ ഹോസ്റ്റ് ചെയ്തിന് ഇവന് പണ്ട് പാടിയൊരു പാട്ട് ഭയങ്കര ഫേമസ്. സീരിയസ്ലി അജ്ജു ഞാന് മൈക്ക് പിടിച്ചിട്ട് കണ്ടിച്ച് കുറേ വർഷം മുമ്പ്, കുറേ 10-15 വർഷം ആയാന്നല്ലേ, കുറേ പണ്ട് 10-12 വർഷം എങ്ങനെ അയച്ചിട്ടുണ്ടാവും. ഏത് പാട്ട്? ഏത് സുന്ദരി നോക്കി പാടിയാൻ അറിയില്ല. സൈഡിൽ ട്രാക്ക് ഇട്ടു, ഞാനിവിടെ പാടുന്നുണ്ട്. ട്രാക്ക് ഏതോ വഴിയില് പോകുന്നുണ്ട്, ഞാൻ ഇതേതോ വഴിയില് പോകുന്നുണ്ട്. ട്രാക്ക് കറന്തക്കാടിലോട്ട് ഇവ മധൂറിലോട്ട് പോകുന്നുണ്ട്. അതായത് കൂടുതൽ ജംഗ്ഷന്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. ലൈക്ക് മൈക്ക് ഹോസ്റ്റ് ലൈക്ക് ടോട്ടലി ന്യൂ ടു ദിസ്. ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം. സത്യം ഇതിപ്പോ നിങ്ങൾക്ക് നമ്മൾ കാണുന്ന സംഭവം ഒന്നുമല്ല, ഇതിന്റെ പുറത്തെ സംഭവം കണ്ടെങ്കിൽ എങ്ങനെ പേടിച്ചു പോകും. ലൈക്ക് നമ്മള് ബെയർ മിനിമം സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ടു ബി ഓണസ്റ്റ് ആക്ച്വലി നിങ്ങൾ ഓഡിയൻസ്
നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വളരാൻ പറ്റും. സീരിയസ്ലി നമ്മ കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സപ്പോർട്ട് വേണം. സോ മിസ്റ്റേക്സ് ഉണ്ടാവും, മിസ്റ്റേക്ക് ഒബ്വിയസ്ലി ഉണ്ടാവും. ബിക്കോസ് അറിയാലോ ഫ്രഷ് ടു ഫീൽഡ് കഴിഞ്ഞത്ര ഞങ്ങളുടെ സൈഡിൽ നിന്ന് നല്ല ഭംഗിയാക്കി നല്ല കണ്ടന്റും എല്ലാം നമുക്ക് കൊടുക്കാൻ നോക്കും. അപ്പം ഇവിടെ വരുന്ന ചോദ്യം എന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പം ഞാനിപ്പം യൂഷ്വലി ആൾക്കാരുടെ ഇങ്ങനെ മിണ്ടും, ഇപ്പം വിഷ്ണുവിന് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല, നിങ്ങൾ ഏത് ടൈപ്പാണ് പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സംഭവം എഡ്യൂക്കേഷൻ അങ്ങനെ സ്പെസിഫിക് ഇല്ല. ലൈക്ക് ഇതിപ്പോൾ ഇൻഫോർമേഷൻ ആയിരിക്കും, സംടൈംസ് അത് ഫൺ ആയിരിക്കും, എന്റർടൈൻമെന്റ് ആയിരിക്കും, ചിലപ്പം ഇൻഫോർമേഷൻ ആയിരിക്കും, ലൈക്ക് ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് എവറിത്തിങ്. അത് വേണം. ജസ്റ്റ് ജിക്ക് മാത്രം കിട്ടി നമുക്ക് ഇല്ല. സോ മേ ബി ട്രെൻഡിനനുസരിച്ചിട്ട് മാറണം ഒബ്വിയസ്ലി. ബിക്കോസ് കാസർഗോഡ് എന്ന് പറയുമ്പോൾ അറിയാലോ സംതിങ് ഓർ ഡിഫറെന്റ് കാസർഗോഡ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഫാഷൻ പറഞ്ഞു കാണില്ല. ആൻഡ് ഈവൻ ഫുഡ് ഇപ്പോൾ കാസർഗോഡ് എത്രയോ ചെയ്തിട്ടുണ്ട്. സോ എവറിത്തിങ് എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും നമ്മളെ പോഡ്കാസ്റ്റിൽ. സോ കഴിഞ്ഞാകുമ്പം ഇതെല്ലാം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കാം. സോ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഡൗൺ കമൻറ്റ് ബോക്സിൽ ഇട്ടോ, ഞങ്ങളത് ഉറപ്പാഴ്ച നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവും. ബിക്കോസ് പറഞ്ഞല്ലോ ഞങ്ങളെ ഒരു ഇത് മാത്രമല്ല നിങ്ങളെ ഒരു ഇതും ആവശ്യമുണ്ട്. ബിക്കോസ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് വേണ്ട, സ്റ്റാർട്ടിങ് അത് വേണ്ട, നമ്മളെ മൂഡ് പോകും. അത് അപ്പോൾ നമ്മൾ മറ്റേ ഓക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്നു സംസാരിച്ചു. ലൈക്ക് ഓൺ ദ സെയിം ഡേറ്റ് പറയാം 18th January 2026 അന്ന് നമ്മൾ പ്ലാൻ ഇട്ട ഒരു കാര്യമായിരുന്നു. സെയിം ഡേ നെക്സ്റ്റ് ഇയർ 2027 ആ ഒരു പ്ലേസിൽ നമ്മൾ പോവും. അവിടെ വന്നിട്ട് നമ്മളെ സക്സസ് സ്റ്റോറി പറയും. 3 BMW. അതുകൊണ്ട് 3 ഞമ്മ പോയത് KSRTC ബസ് പിടിച്ചിട്ട് പോയത്. സോ നെക്സ്റ്റ് അങ്ങോട്ട് പോകുമ്പോ 3 ആൾക്ക് 3 BMW ഉണ്ടാവും. ബട്ട് ഞങ്ങൾ പോകുന്നത് 3 ആള് വേറെ വണ്ടി. സോ വേറെ വണ്ടിയിൽ പോകും. സോ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ അതാണ്. നമ്മള് ഒറ്റക്കെട്ടായിട്ട് ഒറ്റ പില്ലറായിട്ട് സോ ലൈക്ക് 1 year അപ്പാർട്ട് നമ്മൾ ആ ഒരു ലെവലെത്തും വിത്ത് ഓൾ ദ സപ്പോർട്ട് ഫ്രം യു ഗൈസ്. സോ സപ്പോർട്ട് എന്തായാലും വേണം. ആൻഡ് പിന്നെ ഒരു സംഭവം എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നേ, നമ്മ ഒരു ദിവസം പ്ലാൻ ചെയ്ത് അതിൻ്റെ കുറച്ച് റിവിഷൻ ചെയ്ത് നോക്കി ഇത് എങ്ങനെ സംഭവം എന്നല്ലോ. ആൻഡ് കുറേ ടൈം ലാഗ് നമ്മളെ കുറേ വർഷത്തെ ഇങ്ങനെ എന്താ പറയുന്നത് വിഷനോ ഡ്രീം അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കഴിഞ്ഞ മാസത്തെ ഡ്രീം സീരിയസ്ലി കഴിഞ്ഞ മാസം അത് നമ്മളെ ഡ്രീം എന്നല്ല, നമുക്കൊരു കല്ലെറിഞ്ഞു നോക്കി ഞാൻ അതിനെ പിടിച്ച് കയറി. അതാണ് ആക്ച്വലി സംഭവിച്ചത്. ആൻഡ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നതല്ല ചിലപ്പോൾ ബ്ലണ്ടർ ഉണ്ടാവും, മൈൻഡാക്കല്ല. പിന്നെ പറഞ്ഞ നമ്മളെ ആ പേര് എങ്ങനെയാ വന്നത്? ആക്ച്വലി ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മള ഇംഗ്ലീഷിലല്ലേ ഇതിനെ. സോ എല്ലാരും ആന്റർവ്യൂ അല്ല, ആക്ച്വലി ദ അന്തർവ്യൂ. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. സോ അന്തർവ്യൂ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പം ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്തത് പീപ്പിൾ കമ്മിങ് ഫ്രം സ്ക്രാച്ച്. അപ്പം ആ ഒരു ലെവലുണ്ട് ആൾക്കാരെ വി വിൽ പുഷ് ദം. അതായിരുന്നു നമ്മളെ പ്ലാൻ. സോ അന്തർ എന്ന് പറഞ്ഞാൽ ഗോയിങ് ഇൻ ഡീപ്പ് ടു ദ ഹാർട്ട്. ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു പേരിട്ട് നോട്ടം വ്യൂ അന്തർവ്യൂ. സോ ആ ഒരു ഡീപ്പ് ഒരാളെ ഉള്ളിൽ പോയിട്ട് അവരെ ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആ ഒരു രീതിക്കാണ് ആ പേരിട്ടത്. ചിലപ്പോ ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് ഒന്നും ആൾക്കാർ പറയും. യെസ്, ബട്ട് ആക്ച്വലി അന്തർവ്യൂ. യാ, സോ ഇറ്റ് ഈസ് ലൈക്ക് ദ അന്തർവ്യൂ പോഡ്കാസ്റ്റ്. ബാക്കിൽ ടാപ്പ്, ഇൻ ഷോർട്ട് ടാപ്പ്. സോ അങ്ങനെയാണ് നമ്മളെ ഈ ഒരു ഇൻട്രൊഡക്ഷനും എപ്പിസോഡ് 1 ടു ബി ഓണസ്റ്റ് ആ രീതിക്കാണ്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട് മൂവിങ് ഫോർവേഡ്. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഫേസ് ചെയ്യാനുണ്ട്. സോ നിങ്ങളെ സൈഡിൽ ഞങ്ങൾ കുറേ പഠിക്കാനുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, മേ ബി ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. വിൽ അക്സെപ്റ്റ് ദാറ്റ്. ബിക്കോസ് ഞങ്ങൾ ആരും പെർഫെക്റ്റ് സംഭവം ഒന്നും അല്ല. ടോട്ടൽ ബിഗിനേഴ്സ് ആണ്. പക്ക ബിഗിനേഴ്സ്. അപ്പോൾ കുറേ ഇതെന്നല്ല, നമുക്ക് അതിനത്ര ഇതാക്കാൻ ഓൾറെഡി നമുക്ക് കുറേ ആൾക്കാർ ഇപ്പോൾ ഇതായിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് അതിനത്ര നിങ്ങൾക്ക് ഇൻഫോർമേഷനും ഫണ്ണും എല്ലാം ടോട്ടലി പാക്ഡ്. അപ്പം പിന്നെ ഒരു സംഭവമുണ്ട്, ഇത് മാത്രം ആയിരിക്കില്ല നമ്മളെ സ്പോട്ട്, അതുകൂടി പറയണം. ഓക്കെ, നോക്കണം. ഇത് മാത്രം ആയിരിക്കില്ല, സംതിങ് ഒരു ഡിഫറെന്റ് എലമെന്റ് ഈ പോഡ്കാസ്റ്റ്. ലൈക്ക് യൂഷ്വലി പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ചെയർ, റൂം, ഒരു സ്റ്റുഡിയോ റൂം, അവിടെ ഇരുന്ന് ചെയ്യുന്നത്. സോ
അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ കുറേ സംഭവം കൊണ്ടുവരാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. സോ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മൂവിങ് ഫോർവേഡ് അതെന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇറ്റ് വോണ്ട് ബി എ ബോറിംഗ് പോഡ്കാസ്റ്റ്. ഇൻഫർമേഷൻസ് ഉണ്ടാവും, കാര്യങ്ങൾ ഇൻസൈറ്റ്സ് കിട്ടും, എല്ലാം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എവറിത്തിങ് അലോങ് വിത്ത് സംതിങ് എക്സ്ട്രാordinary, സംതിങ് ന്യൂ. ഇവനെന്തിനിങ്ങനെ ഇംഗ്ലീഷ് ഉണ്ട്? മലയാളത്തിൽ തുടങ്ങും. നീ ഇപ്പൊ പറഞ്ഞ സംഭവം മലയാളത്തിലോ കന്നഡയിലോ? വെയിറ്റ് കന്നഡ വേണം. ബിക്കോസ് എന്തെന്നറിയോ, ഞാൻ സീരിയസ്ലി എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എല്ലാം കന്നഡ തന്നെ ഉണ്ടായത്. ഞാൻ പഠിച്ച കന്നഡാണ്. ഞാൻ 3 നാളും അങ്ങനെ കന്നഡ തന്നെ പഠിച്ചേ. സോ കന്നഡ ഒരിക്കലും ഇതാക്കാൻ പാടില്ല. ഞങ്ങൾക്ക് എല്ലാ ലാംഗ്വേജും പോകണം. മേ ബി ഇപ്പൊ കാസർഗോഡ് അല്ലേ, കാസർഗോഡ് എന്ന് പറയുമ്പോൾ കന്നഡത്തില് വിഷ്ണു ആണ് പൊളി. വിഷ്ണു സ്റ്റാർട്ട് ചെയ്യും, ഞാൻ കണ്ടിന്യൂ ചെയ്യും, നിഖിലും കണ്ടിന്യൂ ചെയ്യും. നമസ്കാര, വെൽക്കം ടു അന്തർവി പോഡ്കാസ്റ്റ്. അയ്യോ, വെൽക്കം ഇംഗ്ലീഷ് ആയി പോയല്ലേ. അതാ പ്രശ്നം. ഇവന്റ് ഒന്നിച്ച് കൂടിച്ച് ഇതന്നെ പ്രശ്നം. റിപ്പീറ്റ് ಅಂತರ್ವಿ ಪಾಡ್ಕಾಸ್ಟ್ಗೆ ನಾನು ಇನ್ನೊಮ್ಮೆ ಹೇಳ್ತೇನೆ. ಹೇಳು. ಸೊ ಅಂತರ್ವಿ ಪಾಡ್ಕಾಸ್ಟ್ಗೆ ಸ್ವಾಗತ. ನನ್ನ ಹೆಸರು ವಿಷ್ಣು, ಅರ್ಜುನ್, ನಿಖಿಲ್. ಸೊ ನಾವೊಂದು ಹೊಸದಾಗಿ ಒಂದು ಪಾಡ್ಕಾಸ್ಟ್ ಚಾನಲ್ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ನಿಮ್ಮೆಲ್ಲ ಸಪೋರ್ಟ್ ಬೇಕು. ಈವನ್ ಕನ್ನಡದಲ್ಲಿ ಸಹ ನಮ್ಮ ಕನ್ನಡ ಸ್ವಲ್ಪ ಗಡಿನಾಡು ಕನ್ನಡ, ನಾವು ಗಡಿನಾಡು ಕನ್ನಡಿಗರು. ಸೊ ಆ್ಯಂಡ್ ಇನ್ನೊಂದು ಮೇ ಬಿ ಒಂದು ಕಡೆ ಮೈಸೂರು ಕನ್ನಡ ಸಹ ಮಿಕ್ಸ್ ಆಗ್ಬೋದು. ಬಿಕಾಸ್ ಐ ಹ್ಯಾವ್ ನಂಗೊಂದು ಕನೆಕ್ಷನ್ ಇದೆ ಮೈಸೂರಲ್ಲಿ. ಅದೀಗ ಹೇಳುದಿಲ್ಲ, ನಂಗೆ ಗೊತ್ತಿರ್ತದೆ ಕೆಲವರಿಗೆ. ಸೊ ಅದೀಗ ಮಿಕ್ಸ್ ಆಗಿದೆ ಆ್ಯಕ್ಚುಲಿ. ಬಿಕಾಸ್ ಮುಂಚೆ ಎಲ್ಲ ನನಗೆ ಬಿಕಾಸ್ ಓಕೆ. ಸೊ ಮುಂಚೆ ಎಲ್ಲ ಆ್ಯಕ್ಚುಲಿ ಹೇಳ್ಬೇಕಿದ್ರೆ ನಮ್ಮದು ಪಕ್ಕ ಕಾಸರಗೋಡು ಮಂಗಳೂರು ಕನ್ನಡ ಬರ್ತಾ ಇತ್ತು. ಬಟ್ ಈಗ ಮೈಸೂರು ಕನೆಕ್ಷನ್ ಆದಮೇಲೆ ಅದೆಲ್ಲ ಮಿಕ್ಸ್ ಆಗಿದೆ. ಬಟ್ ಕನ್ನಡ ಬರುತ್ತೆ. ಮುಂಚೆ ಕನ್ನಡ ಎಲ್ಲ ಬರೀತಾ ಇದೆ, ಪಾಡ್ಕಾಸ್ಟು ಇರ್ತದೆ, ಕನ್ನಡ ಪಾಡ್ಕಾಸ್ಟ್ ಸಹ ಇರ್ತದೆ, ಮಲಯಾಳಂ ಸಹ ಇರ್ತದೆ. ಮೇ ಬಿ ಕೆಲವೊಮ್ಮೆ ತುಳು ಸಹ ಇರ್ಬೋದು ನಮಗೆ ಸಿಕ್ಕಿದ್ರೆ. ಸೊ ತುಳು ಸಹ ಬರ್ತದೆ ಒಬ್ವಿಯಸ್ಲಿ. ಅದೇ ನಾವು ಮಿಕ್ಸ್ ಆಗ್ತದೆ ಎಲ್ಲ ಲ್ಯಾಂಗ್ವೇಜ್. ಸೊ ಅದೇ ಎಲ್ಲ ಥರ ಸಪೋರ್ಟ್ ಬೇಕು ನಮಗೆ. ಏನಾದರೂ ಮಿಸ್ಟೇಕ್ಸ್ ಇದ್ದರೆ ನಮ್ಮ ಹತ್ರ ಹೇಳಿ, ಓಪನ್ ಆಗಿ ಹೇಳ್ಬೋದು. ಬಿಕಾಸ್ ಮನುಷ್ಯರಲ್ವಾ, ಮಿಸ್ಟೇಕ್ಸ್ ಮಾಡ್ತೇವೆ. ನಾವಂತೂ ಪಕ್ಕ ಮಾಡ್ತೇವೆ ನಾವು ಮಿಸ್ಟೇಕ್ಸು. ಸೊ ಅದೀಗ ಸ್ಟಾರ್ಟಿಂಗಲ್ಲೇ ನೋಡಿರ್ಬೋದು ನಾವು ಮಾಡಿದ ಮಿಸ್ಟೇಕ್ಸು. ತುಂಬ ರೀಟೇಕ್ ಇತ್ತು. ಆ್ಯಂಡ್ ಇನ್ನೊಂದು ಹೇಳ್ಬೇಕಿದ್ರೆ മലയാളത്തിൽ പറയാല്ലേ, മതി കണ്ടിന്യൂ മലയാളം. സോ ഇനൊന്ന് പറയണമെങ്കിൽ നമുക്ക് ഇതിൽ കുറേ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തിന്. ടു ബി ഓണസ്റ്റ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ലൈക്ക് എന്ന് വെച്ചാൽ I work for some other agency. Sorry. Okay. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഉണ്ട് എൻ്റെ ഒരു ബോസ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തു. ലൈക്ക് ചായ ഉണ്ടോ? ഓക്കെ, അവിടെ സപ്പോർട്ട് ചെയ്തു. ലൈക്ക് നിങ്ങളിപ്പം ചെയ്യുന്ന കാര്യം ഭയങ്കര അടിപൊളിയാണ്, യു കീപ് മൂവിങ്. അങ്ങനെ കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ചെയ്യുന്ന കാര്യം അടിപൊളിയാണ്. കാരണം കോൺസെപ്റ്റ് ടോട്ടലി പോഡ്കാസ്റ്റ് എന്ത് ചെയ്തിന് അല്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് അറിയാണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിനിപ്പോ. അത് കണ്ട് നമ്മൾ ചെയ്തായിരുന്നു. അത് ആൾക്കാർ പിന്നെ അറിയും. അപ്പം ഒരു ടോട്ടൽ ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ലൈക്ക് നമ്മൾ പറയുമ്പം തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇപ്പം കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ വീഡിയോസ് ഒക്കെ വരുമ്പം, റീൽസ് ഒക്കെ വരുമ്പം, ഷോർട്സ് ഒക്കെ വരുമ്പം യു വിൽ ഗെറ്റ് ടു നോ ഹൗ ഇറ്റ് ഈസ്. കുറേ സർപ്രൈസസും ഉണ്ട്. ഓൾറെഡി ഫിക്സ്ഡ് ആണ്. സോ നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറെ സർപ്രൈസസ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിടാം. പിന്നെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം. എല്ലാം ടോട്ടലി എന്താ അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനെയല്ല പറഞ്ഞേ, നീ ഇപ്പോ ഇത് പറഞ്ഞില്ലേ. സോ അങ്ങനെ സോ നമ്മള് വി ആർ ഓപ്പൺ ടു കൊളാബറേഷൻ, ടു ബി ഓണസ്റ്റ്. അപ്പം ലൈക്ക് അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ. ലൈക്ക് ഇൻട്രൊഡക്ഷനും എന്തൊക്കെയായി, എവിടേക്ക് എത്തി. ഇപ്പൊ നമുക്ക് സീരിയസ് അറിയില്ല. ക്യാമറ ഓൺ ആക്കി വെച്ച് ഞാൻ വന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. മേ ബി ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നൂല്ല, നമുക്കും തോന്നുന്നില്ല. ബട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇത്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്
വേണമെങ്കിൽ ഇപ്പം ഇവര് വെച്ചിട്ട് ചെറിയൊരു പോഡ്കാസ്റ്റ് എടുക്കാം, പക്ഷെ വേണ്ട, കൊറേ ലെങ്ത് ആയി പോകും വീഡിയോ. ആദ്യം തന്നെ നേരത്തെ ഞാൻ ഇത് സ്റ്റാർട്ട് ആക്കുമ്പോ കറണ്ട് പോയി. വേണ്ട, ചിലപ്പോ ഇപ്പൊ പോകാൻ സാധ്യത അറിയില്ല, പറയാൻ പറ്റൂല എങ്ങനെയാണ്. സോ വേറെ വേറെന്ത് പറയാനുണ്ട്? സോ നിഖിൽ വലിയൊരു എഡിറ്ററാണ്, അടിപൊളിയാണ്. അത് പറയണോ? അത് പിന്നെ പറയണ്ട, അതിപ്പം വീഡിയോ വരുമ്പോ നിങ്ങൾക്ക് അറിയും. ഞാൻ പോയി കട്ടാ വീഡിയോ. അതേപോലെ ഇപ്പം വിഷ്ണു അവിടെ സെറ്റ് ആക്കിട്ട് വന്നിനി, അവിടെ ആരുമില്ല, ഇപ്പൊ അത് അവിടെ റെക്കോർഡിങ് അറിയോ? അതറിയില്ല, ആന്നുണ്ടാവും. ഓക്കെ സാർ, ആന്നുണ്ടെങ്കിൽ വീഡിയോ പോവല്ലോ, പറയും. ഇല്ലെങ്കിൽ കുറെ നേരം ഇല്ല, 1 മണിക്കൂറായി റീടേക്ക്. ഇപ്പം ടൈം എത്രയാ? 11:30 രാത്രി. 11:30 മണിയായി. അങ്ങനെ രാത്രി 11:30 മണിക്കാണ് നമ്മൾ ഷൂട്ട്. അതിനൊരു റീസൺ ഉണ്ട്, മിക്സി ഓണാവല്ലോ 11:30 മണിക്ക്. അതൊന്ന്, പിന്നെ എല്ലാവർക്കും വർക്ക് ഉണ്ട്, സൈഡ് വർക്ക് ഉണ്ട്, ചെറിയ ചെറിയ രീതിക്കായിട്ട് വർക്ക് ഉണ്ട്. സോ ഒരു ബിസി ഷെഡ്യൂളാണ് എല്ലാവർക്കും. നിഖിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിഖിൽ ലൈക്ക് 6:30 വരെ വർക്ക് ഉണ്ട്, എനിക്കും ഉണ്ട്, വിഷ്ണു എനിക്കുണ്ട് വർക്ക് ഇല്ലാണ്ട്. ആൾക്കാർക്ക് വർക്ക് കൊടുക്കുന്നേ, ഓന് വർക്കൊന്നുമില്ല. അതെ, സംഭവം വലിയ ബിസിനസ് മാൻ ആണ്, കൊറേ പൂത്ത കാശുണ്ട് കയ്യില്, അതൊന്നും ഇറക്കുന്നില്ല ഇതിലോട്ട്. എല്ലാം പൂത്തിട്ടുണ്ട്, പുറത്തെടുക്കാൻ കഴിയുന്നില്ല, എടോ പൂത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈക്ക് പേഴ്സൂലും ഒന്നുമില്ല കയ്യില്. നമ്മൾ ഇവന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ ആടെ ഒരു സാധനം കണ്ടില്ലല്ലോ, അത് ആരെ പേഴ്സ് പോ? അത് ഇല്ല, അതെന്റെ ഒന്നുമല്ല. ഇപ്പൊ ആരെ പേഴ്സ് കൊണ്ട് എടുക്കില്ല. ഇത് ആക്ച്വലി വിഷ്ണു ഒരു വെഡിങ് കമ്പനി ഉണ്ട് സ്വന്തമായിട്ട്. അപ്പൊ അറിയാലോ, വെഡിങ് കമ്പനി വലിയ അറിയാം, വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സിനെ അറിയാം. ഇപ്പൊ നമ്മളെ കുറെ ചങ്ങന്മാർ കാണുന്നുണ്ട്, അവർക്കറിയാം കോമ്പറ്റീഷനും സംഭവം. സോ അത് ടോപ്പിക്കിന്ന് മാറുന്നില്ല. ഞങ്ങൾ അന്തർവ്യൂലോട്ട് വന്നോ? സോ അന്തർവ്യൂ ആ ഒരു ചെറിയൊരു ഐഡിയ എങ്ങനെ പുട്ട് ഫോർവേഡ് ചെയ്തു, അതിൽ നിന്നാണ് അന്തർവ്യൂ തന്നെ വന്നത്. പറഞ്ഞു അയിന്ന് വന്നത് പൊട്ടി മുളിച്ചത് അന്തർവ്യൂ. നീ ഇത് പറഞ്ഞ ഈ പേരിന് ഇത് ഒരു ദിവസം നമ്മ ഗ്രൂപ്പെല്ലാം ഉണ്ടാക്കി 18-ന് ഗ്രൂപ്പെല്ലാം ഉണ്ടാക്കി. ഇതങ്ങനെ വലിയ ഇൻവൈറ്റ് ഓൺലി, ഇൻവൈറ്റ് ചെയ്താൽ മാത്രം കയറും അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ഗ്രൂപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് ഡിസ്കഷൻ തുടങ്ങി. എന്തായാലും നമുക്ക് ഫസ്റ്റ് പേര് വേണം. അങ്ങനെ എന്തായാലും ഇപ്പം ഒബ്വിയസ്ലി ChatGPT, Gemini അതായിരുന്നു. 3 ആളും സെർച്ച് ചെയ്യാൻ തുടങ്ങി. കിട്ടിയിട്ട കുറേ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല. ഒരു 60-70 പേര് ഞങ്ങൾ 3 ആളും ആ ഗ്രൂപ്പിൽ ഇട്ടിന്. ബട്ട് ഒരു കിക്ക് ഉണ്ടായില്ല, ഒന്നും ലാസ്റ്റ് മതി ഉണ്ടായിട്ടാ. ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് പോകുന്നുണ്ട്, ഇത് വേണ്ട അത് വേണ്ട, എന്തൊക്കെയാ പേര് വന്നായിരുന്നു. സീരിയസ്ലി ഏതെല്ലോ പേര് എന്തെല്ലോ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ജസ്റ്റ് കൊടുത്തില്ലേ. എന്നിട്ട് നമ്മൾ ഗ്യാപ്പില ഹിന്ദി എല്ലാം മിക്സ് ചെയ്തിട്ടൊന്ന് നോക്കാം, കന്നഡ അങ്ങനത്തെ ഒരു ഇത് വന്നു. ആക്ച്വലി ഈ പേര് 3-4 നമ്മ കട്ടാക്കി ഒരു 10 ഒരു അറൗണ്ട് 70 എന്തോ ഉണ്ടായിരുന്നു. അതിൽ നോക്കിച്ച് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആൻഡ് ആക്ച്വലി ഞങ്ങൾക്ക് ഈ ടൈപ്പ് ഒരു ഇതുണ്ടായി, ലൈക്ക് സോ ഓട്ടോമാറ്റിക്കലി ആ അന്തർ ഇതും ഇങ്ങനെ രണ്ടാളിങ്ങനെ ഇങ്ങനെ പറഞ്ഞിച്ച് ആ ഒരു പേരിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. സീരിയസ്ലി അത് ബീപ്പ് സൗണ്ട് ഇടാണ്. ലിറ്ററലി ഫസ്റ്റ് അന്തർവ്യൂ എന്ന് പറയുമ്പോ നിഖിലിന്റെ വായിന്ന് വന്ന വാക്കാണ് ആന്റി ലവറാ. അതെന്ത് പോഡ്കാസ്റ്റ്? ആന്റി ലവർ പോഡ്കാസ്റ്റ് എന്നാണ്. എന്നിട്ട് നമ്മള് സത്യം പറഞ്ഞ ഓക്കെ അന്തർവ്യൂ എന്തെല്ലാം ആക്കി, അന്തർവ്യൂ സെറ്റായി. പിന്നെ നമ്മുടെ ഷോർട്ട് ഫോം ആക്ച്വലി ഈ പേര് അത് ആടെ ഇതാക്കി നമുക്ക് ആ ഒരു പേര് കണക്ഷൻ വന്നു. ഫൈനലി ഈ പേര് ഓക്കെ ആയത് ഇവന്റെ ടപ്പാട്ടം. നല്ലൊരു പേര് കിട്ടിയാടാ. അന്ന് ശിവൻ പറയുന്നുണ്ട് ടാപ്പ്. എടാ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞു അന്തർവ്യൂ പോഡ്കാസ്റ്റ്. സോ അങ്ങനെ അത് ഫിക്സ് ചെയ്തു. ആൻഡ് എല്ലാം പെട്ടെന്നായിരുന്നു. സീരിയസ്ലി ഒരു ഐഡിയ ഇല്ലാണ്ട്
കുറേ സീരിയസ്ലി ഇപ്പോഴും ഞാൻ ഭയങ്കര റീസെർച്ച് സംഭവം ഒന്നും ചെയ്തിട്ടാ. മേ ബി നമ്മ ഇപ്പൊ ചെയ്യുന്ന ഫോർമാറ്റിലും കുറെ ബിക്കോസ് ഇതെല്ലാം നമ്മളെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം അവിടെ ക്യാമറ വെച്ചു, നമ്മൾ വന്നിട്ട് ഇരുന്നു സംസാരിക്കുന്നു. സോ ദിസ് ഈസ് ഔട്ട് ഓഫ് എന്നോട് ആദ്യം ഇരിക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ ബാക്കിലുണ്ടായ നമ്മുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലൈക്ക് ഒരു പ്രിപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. മേ ബി ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങള് അന്തർന്ന് വരുന്നതാണ്. അപ്പൊ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു ലൈൻ ഓക്കെ ഇങ്ങനെ തുടങ്ങണം, അത്ര മാത്രമായിരുന്നു. അതറിയില്ല, അതെനിക്കറിയില്ല. അങ്ങനെ ദാറ്റ്സ് ഹൗ. ഒരു പ്രിപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. വി ആർ സിറ്റിംഗ് ഹിയർ. അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ്. പിന്നെ ലോഗോന്റെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു. ജെമിനി, ChatGPT അങ്ങനെ പോയി, പിന്നെ ഒന്ന് ഫിക്സ് ചെയ്തു. സംതിങ് വി ഹാവ് കം അപ്പ് വിത്ത്. അതും അതിൽ കുറേ നോക്കി, അതിൽ കളിക്കുന്ന ആൾക്കാർ അറിയാം. ബട്ട് ഞങ്ങൾക്ക് ഏതും സാറ്റിസ്ഫൈ ആയിട്ടാ. ആൻഡ് ദെൻ ഞങ്ങൾ തന്നെ എല്ലാം അവോയ്ഡ് ആക്കിച്ച് ഞങ്ങൾ തന്നെ എന്തോ ക്രിയേറ്റ് ചെയ്തു. അത്ര. സോ അതന്നെ, ഒരു വിഷൻ ഇല്ലാണ്ട് ഞങ്ങൾ തുടങ്ങിയ സംഭവം ഇപ്പം ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട്, സീരിയസ്ലി ഉണ്ട്. സോ നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം. നമ്മൾ ലൈക്ക് ആ ഒരു കാര്യം നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്യുമ്പം വി വർ തിങ്കിങ് സംതിങ് എൽസ്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വിഷൻ ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് നേരത്തെ പറഞ്ഞാല് മൂവിങ് ഫോർവേഡ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കാര്യങ്ങളൊക്കെ. ബിക്കോസ് ഈ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഉണ്ട് ഇവിടെ ഓരോ സംഭവത്തിലും, ഇപ്പോൾ ഫാഷൻ്റെ ഇതായിട്ട് ഫുഡ് കാര്യങ്ങളായിട്ട് നമ്മളെ ചറുമുറും. സോ അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. സോ കാസർഗോഡ് നിന്ന് ഈ ടൈപ്പ് ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്ന് ഞങ്ങൾക്കുണ്ട്. സോ നമ്മളെ സൈഡിൽ നിന്ന് കഴിയുന്നത്ര നമ്മൾ സെറ്റാക്കിയിട്ട് ചെയ്യാം. സോ യാ, അപ്പോൾ അതാണ് ഇന്റർവ്യൂ. ദാറ്റ് ഈസ് us. അപ്പം വി കുഡ് കൺക്ലൂഡ്. കുറേ ലെങ്തി വീഡിയോ ഒന്നും വേണ്ട, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതന്നെ ഇപ്പൊ എത്ര മിനിറ്റ് ആയി ഉണ്ടെന്നേ റെക്കോർഡ് ആയില്ലെങ്കിൽ അറിയും, ഇല്ലെങ്കിൽ വിൽ ഗോ ഫോർ എ റീടേക്ക്. അപ്പം ഒരു ഐഡിയ ഇല്ല. എല്ലാം ഒരു ഫ്ലോയിലാണ് ഇപ്പം പോകുന്നുള്ളത്. ഫ്ലോയില് കുറേ പ്രശ്നം ഉണ്ടാവും. ലൈറ്റിങ്ങും ക്യാമറ, ഒബ്വിയസ്ലി എഡിറ്റിംഗ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ബട്ട് ലാംഗ്വേജ് മെയിൻലി, ലൈക്ക് ലാംഗ്വേജ്, പ്രസന്റേഷൻ ഉണ്ടാവില്ല. അല്ല, പ്രസന്റേഷനിൽ പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. നിങ്ങൾ കമന്റ്സിൽ അറിയിച്ചാൽ മതി ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ചെറിയൊരു ഇൻട്രോ ആണിത്. സോ യു വിൽ ഗെറ്റ് ടു നോ അസ്. എന്താ നമ്മളിത് തുടങ്ങിയത്, എന്തിനായി തുടങ്ങിയത്, എന്തിന്റെ ബേസിസ് ആണ്, നമ്മൾ ആരൊക്കെയാണ്. ആക്ച്വലി നമ്മൾ ഓക്കെ നമ്മൾ കസിൻസ് ബ്രോസ് ചങ്ങായിമാർ. നീ കൊറേ ഇംഗ്ലീഷ് ഞമ്മ ചങ്ങായിമാർ കസിൻസ് അപ്പൊ കൊറേ വർഷമായി ഒന്നിച്ചിട്ട്. ഇപ്പം സത്യം പറയണെങ്കിലേ നമ്മളാക്കി സീരിയസ് ഒന്നും ചെയ്തിട്ട് ഇപ്പൊ പേഴ്സണലായിട്ട് ചെയ്തിനോ കമ്പനി വേറെ അത് ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഒന്നിച്ചിന്ന് പറഞ്ഞിട്ട് കൊറേ ഇങ്ങനെ പ്ലാൻ ഇട്ടിച്ച് ഇപ്പൊ ആദ്യം വെച്ചാണ് ചെയ്യുന്നത്. സോ അത്ര തന്നെ, വേറെ ഒന്നും പറയണ്ട. ഇല്ല, ആക്ച്വലി ഞാനൊരു കൺക്ലൂഷൻ തരാം. മൂവിങ് ഫോർവേഡ് ചിലപ്പം ഇപ്പം നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. ബട്ട് ഗ്രാജുവലി നമ്മളതൊക്കെ സെറ്റ് ചെയ്യും. വി വിൽ കം അപ്പ് വിത്ത് ഗുഡ് തിങ്സ്, ബെറ്റർ ഇൻഫോർമേഷൻ. ബോർ ആവൂല. ഇൻഫോർമേഷൻ എങ്കിൽ ഇൻഫോർമേഷൻ ഉണ്ടാവും, ഫൺ എന്റർടൈൻമെന്റ് ഉണ്ടാവും. സോ അതെ, സപ്പോർട്ട് ഒബ്വിയസ്ലി ഉണ്ടാവും, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. ബിക്കോസ് റെസ്പോൺസും നല്ല അടിപൊളിയായിരുന്നു എല്ലാവരുടെ സൈഡിനും. ആൻഡ് വി ഹാവ് ഗോട്ട് ഫ്യൂ കൊളാബറേഷൻസ് ആസ് വെൽ. ആ ഒരു ഇത് പറഞ്ഞിട്ട് വി ഹാവ് ആൻഡ് ദാറ്റ് ടു ആക്ച്വലി ലക്കി. എന്താന്ന് പറഞ്ഞാ നമ്മളിപ്പോ ഫോളോവേഴ്സ് എത്രയായി ഇൻസ്റ്റ ചെക്ക് ചെയ്തോ അപ്പൊ മനസ്സിലാവും. ജസ്റ്റ് സ്റ്റാർട്ട് നമ്മളെ ഫ്രണ്ട് സർക്കിളിന് കുറച്ച് ചിലപ്പം പറയാൻ പറ്റില്ല, ഈ വീഡിയോ വരുമ്പം ചിലപ്പം ഉണ്ടാവും. സോ എല്ലാം ഫ്രഷ്, പക്കാ ഫ്രഷ്. പഴയ പേജ് നമ്മൾ അതിതൊന്നും അല്ല, പുതിയ പേജ് എല്ലാം ഫ്രഷ് സംഭവം. സോ കൺക്ലൂഡ് ചെയ്തോ, നീ നേരത്തെ ഉണ്ട് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്, an introduction about the Antaview podcast, about us. So കട്ട് പറയാൻ ഇവിടുന്ന് കട്ട് പറഞ്ഞിട്ട് അവിടെ പോകും. ആ നേരത്തെ ഞാനല്ല, കറണ്ട് കട്ട് പറഞ്ഞു. സോ നേരത്തെ ആക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായി. സോ അത് കറണ്ട് കട്ടാക്കി, ഞാനല്ല. ഇപ്പം ഒഫീഷ്യലി ഒരു കട്ട്.
മാത്രം വിഷയം. സോ എല്ലാവിധ സഹായ സഹകരണവും ടങ്ക് ട്വിസ്റ്റായി, അതാണ് പ്രശ്നം. എല്ലാ ഹെൽപ്പ് സപ്പോർട്ടും അത്ര മതി അല്ലേ? എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. മൂവിങ് ഫോർവേഡ് എല്ലാത്തിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയാം ഒബ്വിയസ്ലി. അപ്പം യാ